വയനാട്ടിൽ ഒറ്റപ്പെട്ട മേഖലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. മേപ്പാടി, മൂപ്പൈനാട് പഞ്ചായത്തുകളിൽ അതിശക്ത മഴ തുടരുന്നു. പല മേഖലകളിലും മഴ തുടരുകയാണ്. വെള്ളാർമല, മുണ്ടക്കൈ, പുത്തുമല സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈയിൽ ചെറിയ തോതിൽ മണ്ണിടിച്ചിലുമുണ്ട്. അനൂപ് ചേരുന്നു. അനൂപ്, വയനാട്ടിൽ ശക്തമായ മഴ തുടരുകയാണോ? എങ്ങനെയാണ് അവിടുത്തെ ഒരു അവസ്ഥ? വയനാട്ടിലെ പൊതുവിലെ സാഹചര്യം അല്പം മഴയുടേതാണ്. നിലവിൽ വൈത്തിരി, മാനന്തവാടി താലൂക്കുകളിലാണ് ശക്തമായ മഴ രേഖപ്പെടുത്തുന്നത്. പ്രധാനമായും മേപ്പാടി, വൈത്തിരി, പൊഴുതന, മൂപ്പൈനാട് പഞ്ചായത്തുകളിലെ വിവിധ സ്ഥലങ്ങളിൽ, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പല മേഖലകളിലും ശക്തമായ മഴയുണ്ടായതിനെ തുടർന്ന് ഇവിടങ്ങളിലെ പുഴകളിലും മറ്റ് ജലാശയങ്ങളിലുമെല്ലാം ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അല്പസമയം മുൻപ് മുണ്ടക്കൈയിൽ നേരത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്തിന് തൊട്ട് സമീപത്ത് ചെറിയ തോതിൽ മണ്ണിടിച്ചിലും മറ്റുമുണ്ടായത് അവിടെ ഒരു ആശങ്ക ഉയർത്തിയിരുന്നു. ഏതായാലും ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ സ്ഥലത്ത് നിരീക്ഷണം നടത്തി വരികയാണ്. ആശങ്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഏതായാലും ഇപ്പോൾ മഴയെ തുടർന്ന് ഈ മേഖലകളിലില്ല. മേപ്പാടി, മൂപ്പൈനാട് പ്രദേശങ്ങളിലാണ് അതിശക്തമായ മഴ നിലവിലും തുടരുന്നത്. ഇവിടങ്ങളിൽ മുണ്ടക്കൈ, അതോടൊപ്പം പുത്തുമല, വെള്ളാർമല സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് മഴയുടെ സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിച്ചത്. ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയിട്ടുമുണ്ട്. പ്രധാനമായും മേലെ മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് ആളുകൾ മാറിയിട്ടുണ്ട്, ബന്ധുവീടുകളിലേക്കും മറ്റും. ആ നിലയിൽ അവിടെ ഒരു മുന്നൊരുക്കങ്ങളും മുൻകരുതൽ നടപടികളും ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ സ്വീകരിച്ചു വരികയുമാണ്. ചൂരൽമല പുഴ കരകവിഞ്ഞ് വെള്ളരിമല വില്ലേജ് ഓഫീസിന് സമീപത്തുള്ള ചില വീടുകളിലേക്ക് മറ്റും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ നിന്നും ആളുകൾ സുരക്ഷിത സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട്. ഒരു ശക്തമായ മഴയുടെ സാഹചര്യം നിലനിൽക്കുന്ന നിലവിൽ വൈത്തിരി, പൊഴുതന, മേപ്പാടി തുടങ്ങിയ പരിധിയിൽപ്പെട്ട സ്ഥലങ്ങളിലാണ് പ്രധാനമായും അതിശക്തമായ മഴ തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മുന്നൊരുക്ക നടപടികളും ഇവിടെ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചു വരികയാണ്. പടിഞ്ഞാറത്തറ ബാണാസുര സാഗർ ഡാമിന്റേതാണ് മറ്റൊരു സാഹചര്യം. KSEBിയുടെ അധീനതയിലുള്ള കുറ്റ്യാടി ഓഗ്മെന്റേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ബാണാസുര സാഗർ ഡാമിന്റെ ജലപരിധി അത് ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. റിസർവോയറിലെല്ലാം ശക്തമായ മഴയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓറഞ്ച് അലർട്ടും ആ രീതിയിൽ നിലനിൽക്കുകയാണ്. ഇന്നത്തെ നിശ്ചിത ജലപരിധിയിൽ കൂടുതൽ വെള്ളം എത്തുകയാണെങ്കിൽ ഷട്ടറുകൾ തുറന്ന് അധിക ജലം പുറത്തേക്ക് ഒഴുക്കിവിടേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ രണ്ടാം ഘട്ട മുന്നറിയിപ്പ് ഈ പ്രദേശത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആവശ്യമെങ്കിൽ ഷട്ടറുകൾ തുറക്കും. അങ്ങനെ വന്നാൽ ആവശ്യമായ മുൻകരുതൽ നടപടികളും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇതിനകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിന് ശേഷമായിരിക്കും ഈ ഷട്ടറുകൾ തുറക്കുക. അങ്ങനെയെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ വെള്ളം കയറാൻ ഇടയുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടത് മറ്റുമുണ്ട്. ഏതായാലും ആ രീതിയിൽ കൂടി ഉള്ള പ്രവർത്തനങ്ങൾ ആ സ്ഥലത്ത് ഇപ്പോൾ നടക്കുകയാണ്, മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ. ഏതായാലും കാരാപ്പുഴ ഡാമിന്റെ ഇത്തരത്തിലുള്ള സാഹചര്യം ഏതായാലും കാരാപ്പുഴ ഡാമിന്റെ പരിധിയിലില്ല. ജലനിരപ്പ് ആ രീതിയിലേക്ക് ഉയർന്നിട്ടില്ല. ബാണാസുര സാഗർ ഡാമിന്റെ ജലനിരപ്പാണ് ഈ രീതിയിൽ ഇപ്പോൾ ഒരുപക്ഷെ തുറന്നുവിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നത്. അതും ആവശ്യമായ മുന്നൊരുക്കങ്ങൾ പ്രഖ്യാപിച്ചതിന് ശേഷമായിരിക്കും, നടപ്പാക്കിയതിനു ശേഷമായിരിക്കും ആ രീതിയിൽ ഷട്ടറുകൾ തുറക്കുക. ഏതായാലും പൊതു സാഹചര്യം ശക്തമായ മഴയുടേതാണ്. കഴിഞ്ഞ ദിവസം രാത്രി പല മേഖലകളിലും ശക്തമായ മഴ പെയ്തു. അതേ തുടർന്നാണ് ഇപ്പോൾ മുണ്ടക്കയിലും മറ്റും പുഴകളിലും മറ്റും ജലനിരപ്പ് ഉയർന്നത്. ഈ ചൂരൽമല പുഴ ഇന്ന് രാത്രി തന്നെ അതിശക്തമായ ഒഴുക്ക് പുഴയിൽ കാണപ്പെട്ടിരുന്നു. അതിന്ന് രാവിലെയും തുടർന്നു. ആ സ്ഥലങ്ങളിലെല്ലാം വയനാട്ടിൽ ശക്തമായ മഴ തുടരുന്നു. അനൂപാണ് വിവരങ്ങൾ നൽകിയത്.